Dear students, circles എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഫിഗർ എ ബി സി ഈസ് ട്രയാങ്കിൾ ഇൻ വിച്ച് ആംഗിൾ ബി 90 ഡിഗ്രി ബി സി ഈസ് ഈക്വൽ ടു 48 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ബി സി 48 സെന്റിമീറ്റർ ആൻഡ് എ ബി 14 സെന്റിമീറ്റർ. എ സർക്കിൾ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ സർക്കിൾ സെന്റർ O. ഇതിന്റെ സെന്റർ O ആണ്. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് സർക്കിൾ. അപ്പോൾ ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. നമുക്ക് ആദ്യം തന്നെ എ സി കണ്ടുപിടിക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എ സി കാണാം. അതായത് റൈറ്റ് ട്രയാങ്കിൾ ആയ പൈതഗോറസ് തിയറം. എ സി എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആണ്. എ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അപ്പോൾ ഇവിടെ റൂട്ട് 48 സ്ക്വയർ പ്ലസ് 14 സ്ക്വയർ പ്ലസ് 48 സ്ക്വയർ വരും. 14 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 196 പ്ലസ് 48 ഇൻറ്റു 48 64 6 32 പ്ലസ് 6 38 32 3 4 0 2304 196 ആഡ് ചെയ്യുമ്പോൾ 2500 ആണ് വരുന്നത്. 2304. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 2500 സ്ക്വയർ റൂട്ട് 25ൽ 5 2 0ൽ 1 0. അപ്പോൾ 50 സെന്റിമീറ്റർ ആണ് നമുക്ക് എ സി കിട്ടുന്നത്. പക്ഷെ എ സി അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ആണ്. ഇവിടെ റേഡിയസ് കണ്ടുപിടിക്കണേ. ഈ പി ഒ ബി ക്യു എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ ആണ്. ഇപ്പോൾ പി ഒ ബി ക്യു ഒരു സ്ക്വയർ ആണെങ്കിൽ നമുക്ക്, അതായത് ബി ക്യു എന്ന് പറയുന്നത് 6 ആയിരിക്കും. അതുപോലെ എല്ലാ സൈഡും, അതായത് ഒ പി എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് 6 ആണെങ്കിൽ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ പി ബിയും ബി ക്യു എന്താണ്? 6 എന്ന് പറയാം. ഇവിടെ പി ഒ ബി ക്യു ഇസ് എ സ്ക്വയർ. therefore പി ബി ഈക്വൽ ടു ബി ക്യു ഈക്വൽ ടു എല്ലാ സൈഡ്സും എല്ലാം ഈക്വൽ ആയിരിക്കും. ഒ പി ഈക്വൽ ടു ഒ ക്യു ഈക്വൽ ടു 6 ആണ്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്, അതായത് എ സി നമുക്കിപ്പോൾ 15 കിട്ടി. എ സിയിൽ നിന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി എ സി, അതായത് എ ആറും ആർ സിയും ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എ സി വരിക. അതിനുവേണ്ടി ഇവിടെ ആദ്യം തന്നെ നമുക്ക് ക്യു സി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. ബി ക്യു 6 ആണെങ്കിൽ ക്യു സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യു സി ഈക്വൽ ടു ബി സി മൈനസ് ബി ക്യു ആണ്. ബി സി എത്രയാണ്? 48 മൈനസ് ബി ക്യു എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 48 മൈനസ് 6 ആണ് ക്യു സി കിട്ടുന്നത്. ക്യു സി ഏതിന് ഈക്വൽ ആണ്? അതായത് ഈ ഒരു സർക്കിളിന്റെ ടാൻജന്റ് ആണ് ക്യു സി. സി എന്ന എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ള ടാൻജന്റ് ആണ്. അപ്പൊ ക്യു സി ഏതിന് ഈക്വൽ ആണ്? സി ആറിന് ഈക്വൽ ആണ്. ക്യു സി ഈക്വൽ ടു സി ആർ ആണ്. ടാൻജന്റ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് എന്ന് എഴുതുക. അവിടെ ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ്. അപ്പോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ക്യു സി ഈക്വൽ ടു സി ആർ ഈക്വൽ ടു 40. അതായത് ക്യു സി 48 മൈനസ് 6 ആണെങ്കിൽ സി ആർ എന്ന് പറയുന്നതും എന്തായിരിക്കും? 48 മൈനസ് 6 ആണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് പി ബി എന്ന് പറയുന്നത് 6 ആണ്. പി ബി 6 ആണെങ്കിൽ നമുക്ക് എ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ പി ഈക്വൽ ടു എ ബി മൈനസ് പി ബി ആണ്. എ ബി മൈനസ് പി ബി. അപ്പോൾ എ ബി 14 ആണ്. 14 മൈനസ് 6 വരും. എ പി ഏതിന് ഈക്വൽ ആണ്? എ ആറിന് ഈക്വൽ ആണ്. എ പി ഈക്വൽ ടു എ ആർ, ടാൻജന്റ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് ആണ്. അപ്പോൾ എ പി എ ആറിന് ഈക്വൽ ആണെങ്കിൽ എ ആർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 14 മൈനസ് 6 എന്ന് കിട്ടും. എ ആർ ഈക്വൽ ടു 14 മൈനസ് ആർ, സി ആർ ഈക്വൽ ടു 48 മൈനസ് ആർ. അപ്പോൾ നമുക്ക് എ സി ഇസ് ഈക്വൽ ടു എ ആർ പ്ലസ് ആർ സി ആണ്. അപ്പോൾ എ ആർ എത്രയാണ്? 14 മൈനസ് ആർ പ്ലസ് ആർ സി എന്ന് പറയുന്നത് 48 മൈനസ് ആർ ഈക്വൽ ടു എ സി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 50. അപ്പോൾ അതിൽ നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 50, അതായത് 48ഉം 14ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 6 9 62 ആണ് വരുന്നത്. അതായത് 62 മൈനസ് 50 ഈക്വൽ ടു 2R എന്ന് കിട്ടും. അല്ലെങ്കിൽ മൈനസ് 2, അതായത് 68 മൈനസ് 2R ഈക്വൽ ടു 50. അപ്പോൾ 2R ഈക്വൽ ടു 62 മൈനസ്
50. ഇനി 62ന്ന് 50 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 12 ആണ് വരുന്നത്. 2r ഈക്വൽ ടു 12 ആണെങ്കിൽ r ഈക്വൽ ടു 12/2 6. റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ അത്രയും ഓർമ്മിക്കൊണ്ട് ആദ്യം എ സി കണ്ടുപിടിക്കുക. അതിനുശേഷം എ സി എന്ന് പറയുന്നത് AR + RC ആണ്. അതിലേക്ക് എങ്ങനെ എത്തുക എന്നുള്ളത് ആലോചിക്കുക. അതായത് ഇതൊരു സ്ക്വയർ ആണ്. സ്ക്വയർ ആവുമ്പോൾ ഇതിന്റെ BQ എന്ന് പറയുന്നത് എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. BQ എന്തായിരിക്കും? 6 തന്നെയായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് QC കണ്ടുപിടിക്കാൻ പറ്റും. QC എന്ന് പറയുന്നത് 48 മൈനസ് 6 ആണ്. QC CRന് ഈക്വൽ ആണ്. അതുപോലെ PA കണ്ടുപിടിക്കുക. PA ഏതിന് ഈക്വൽ ആണ്? ARന് ഈക്വൽ ആണ്. അത് രണ്ടും പ്ലസ് ചെയ്താലാണ് AC വരിക. അതിൽ നിന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. ABC is a triangle. A circle touches sides AB, AC and AC produce and side BC at X, Y and Z respectively. അതായത് എബിയും എസിയും പ്രൊഡ്യൂസ് ചെയ്യുക. അത് എക്സ് വൈ എന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. BC Z എന്ന പോയിന്റിലും ടച്ച് ചെയ്യുന്നു. നമുക്ക് ഷോ ദാറ്റ് AX is equal to ഹാഫ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABCയുടെ പെരിമീറ്ററിന്റെ ഹാഫിന് ഈക്വൽ ആണ് AX എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC, ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ സൈഡ്സും ആഡ് ചെയ്താൽ കിട്ടുന്നത്. അതായത് AB + BC + AC ആണ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക? ഈ AB എന്ന് പറയുന്നത് എന്താണ്? AX - BX ആണ്. അതായത് AB ഈക്വൽ ടു AX - BX. AX ന്ന് BX മൈനസ് ചെയ്താൽ AB കിട്ടും. അതുപോലെ AC എന്ന് പറയുന്നത് എന്താണ്? AY - YC. BC എന്ന് പറയുന്നത് BZ + ZC. ഇനിയാണ് ഉള്ളത്. അപ്പോൾ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AB എന്നുള്ള പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? AX - BX പ്ലസ് BC എന്ന് പറയുന്നത് BZ + ZC പ്ലസ് AC എന്ന് പറയുന്നത് AY - YC. AY - YC. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ AX AY, AXും AYയും എന്താണ്? ഈക്വൽ ആണ്. ടാൻജന്റ് ഫ്രം എ എക്സ്റ്റേണൽ പോയിന്റ് ആണ് ഇത്. A എന്ന എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നുള്ള ടാൻജന്റ് A. അതായത് AX is equal to AY ആണ്. അതുപോലെ BX എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? BX is equal to BZ ഈക്വൽ ആണ്. അതുപോലെ YC എന്ന് പറയുന്നത് ZCക്ക് ഈക്വൽ ആണ്. ഇതെല്ലാം എന്താണ്? ടാൻജൻസ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് ആണ്. ടാൻജൻസ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് ഈക്വൽ ആയിരിക്കും. ഒരു എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ള ടാൻജന്റിന്റെ ലെങ്ത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ AX നമുക്ക് വേണം. AX is equal to ഹാഫ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ AXനെ മാറ്റാതെ AYനെ എന്ത് ചെയ്യുക? AX എന്ന് എഴുതുക. അതായത് പെരിമീറ്റർ ഈക്വൽ ടു AX മൈനസ് BXന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? BZ എന്ന് കൊടുക്കുക പ്ലസ് BZ പ്ലസ് ZC ഉണ്ട് YC. ZCനെ എന്ത് ചെയ്യുക? YC എന്ന് എഴുതുക പ്ലസ് AY എന്നുള്ളത് AX എന്ന് മാറ്റുക മൈനസ് YC. അപ്പോൾ ഇതെല്ലാം ക്യാൻസൽ ആയിട്ട് AX + AX എന്ന് പറയുന്നത് 2AX എന്ന് കിട്ടും. അതായത് പെരിമീറ്റർ ഈക്വൽ ടു 2AX ആണ്. അപ്പോൾ AX എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോർ AX is equal to ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC. ആദ്യം പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC കാണുക. അതിൽ AB എന്ന് പറയുന്നത് നമ്മൾ AX - BX എന്ന് എഴുതുക. അതുപോലെ AC എന്ന് പറയുന്നത് AY - YC എന്ന് എഴുതുക. BX + ZC ആണ് BC എന്ന് എഴുതുക. അതിനുശേഷം ടാൻജന്റ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ എല്ലാത്തിലും ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണുള്ളത്. AXും AYയും മാത്രമേ സെയിം സൈനിൽ വരുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും ആഡ് ആവും. ബാക്കിയെല്ലാം ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ 2AX എന്ന് കിട്ടും. അപ്പോൾ പെരിമീറ്റർ അതായത് പെരിമീറ്റർ ഈക്വൽ ടു 2AX ആണെങ്കിൽ AX എന്ന് പറയുന്നത് ഹാഫ് ഓഫ് പെരിമീറ്റർ ട്രയാങ്കിൾ ABC എന്നുള്ളത് കിട്ടും. ABC are the sides of a right triangle where C is the hypotenuse. A circle of radius R touches the sides of a triangle. Prove that R equal to A plus B minus C/2. ഇത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് സൈഡ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ സൈഡ്സ് A B അതായത്
അവിടെ എ സി നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് ചെയ്തത്. ഇതിൽ എ ബി സി ഹൈപ്പോട്ടന്യൂസ് സൈഡ് എന്ന് പറയുന്നത് സി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് ഇവിടെ എ സി ഇസ് ഈക്വൽ ടു സി ആണ്, എ ബി ഈക്വൽ ടു ബി, ബി സി ഇസ് ഈക്വൽ ടു എ. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് ഒ പി പെർപെൻഡിക്കുലർ ടു, അതായത് റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ആണ്. റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ആവുമ്പോൾ ഇത് 90 ഡിഗ്രിയാണ്, അതുപോലെ ഇതും 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒ പി ക്യൂ ബി ഈസ് എ സ്ക്വയർ ആണ്. ഒ ബി ക്യൂ പി ഒരു സ്ക്വയർ ആണെങ്കിൽ ഇതെല്ലാം ഇതിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഇതെല്ലാം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ഒ പി ഈക്വൽ ടു ബി പി ഈക്വൽ ടു ബി ക്യൂ ഈക്വൽ ടു ക്യൂ ഒ ഈക്വൽ ടു ആർ എന്ന് നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യുക, അതായത് ഇവിടെ നമുക്ക് എ ക്യൂ ആണ് വേണ്ടത്. എ ക്യൂ എന്ന് പറയുന്നത്, എ ക്യൂ എന്തിനാണ് ഈക്വൽ ആയിട്ടുള്ളത്, എ ക്യൂ എ സിക്കാണ് ഈക്വൽ. എ ക്യൂ എ സിക്ക് ഈക്വൽ, അതായത് ടാൻജന്റ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ്, ടാൻജന്റ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ്. ഇനി നമ്മൾ ഇവിടെ എ ക്യൂ എന്താന്നുള്ളത് കണ്ടുപിടിക്കുക, എ സി എന്താന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എത്താൻ കഴിയും. അപ്പൊ എ ക്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്, എ ക്യൂ എന്ന് പറയുന്നത് എ ബി മൈനസ് ബി ക്യൂ ആണ്. എ ക്യൂ ഈക്വൽ ടു എ ബി മൈനസ് ബി ക്യൂ. അപ്പൊ എ ബി എന്താണ്, എ ബി ബി ആണ്, ബി മൈനസ് ആർ, ബി ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ആർ ആണ്. അപ്പൊ അത് കിട്ടി. ഇനി എ സി എന്ന് പറയുന്നത് എന്താണ്, എ സി ഇസ് ഈക്വൽ ടു, സോറി എ സി അല്ല, എ ആർ ഈക്വൽ ടു എ ക്യൂ എ ആറിനാണ് ഈക്വൽ, ടാൻജന്റ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ്. അപ്പൊ എ ആർ കിട്ടണമെങ്കിൽ എ ആർ എന്ന് പറയുന്നത് എ സി മൈനസ് ആർ സി ആണ്. അപ്പൊ ആർ സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, ആർ സി എന്ന് പറയുന്നത് പി സിക്കാണ് ഈക്വൽ. ആർ സി ഇസ് ഈക്വൽ ടു പി സി ആണ്. പി സി എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പി സി എന്ന് പറയുന്നത് പി സി ഇസ് ഈക്വൽ ടു ബി സി മൈനസ് ബി പി ആണ്. അപ്പൊ ബി സി എന്താണ്, എ മൈനസ് ബി പി എന്ന് പറയുന്നത് 6. അപ്പോ പി സി എന്ന് പറയുന്നത് എ മൈനസ് 6 ആണ്. പി സി ആണ് ആർ സിക്ക് ഈക്വൽ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, എ മൈനസ് ആർ സി എന്ന് പറയുന്നത് എ മൈനസ് എ സി സി ആണ്. ഇത് ആർ സി എന്ന് പറയുന്നത് പി സിക്കാണ് ഈക്വൽ. ഈ രണ്ട് ടാൻജന്റും, ടാൻജന്റ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് ഈക്വൽ ആണ്. അപ്പോൾ സി പി എന്ന് പറയുന്നത് ആർ സിക്കാണ് ഈക്വൽ. അപ്പൊ അതെന്താണ്, എ മൈനസ് ആർ ആണ്. അതായത് സി മൈനസ് എ പ്ലസ് ആർ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ റിലേഷൻ എന്താണ്, അതായത് എ ക്യൂ ഈക്വൽ ടു എ ആർ ആണ്. എ ക്യൂ എന്താണ് കിട്ടിയിട്ടുള്ളത്, ബി മൈനസ് ആർ. എ ക്യൂ ഈക്വൽ ടു എ ആർ ആണ്. അപ്പൊ എ ക്യൂ എന്ന് പറയുന്നത് ബി മൈനസ് ആർ ആണ്. ബി മൈനസ് ആർ ഈക്വൽ ടു സി മൈനസ് എ പ്ലസ് ആർ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇതിനെ നമുക്ക് ഒരേ സൈഡിലേക്ക് കൊണ്ടുവരാം. ആറിനെ ഒരേ സൈഡിലേക്ക്, അതായത് ഈ ആറിനെ ഇങ്ങോട്ടും ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ബി മൈനസ് സി പ്ലസ് എ ഈക്വൽ ടു ആർ പ്ലസ് ആർ. ആർ പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ 2r. 2r ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് സി ആണ് വരുന്നത്. 2r ഈക്വൽ ടു, അതായത് 2r ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് സി. അപ്പോൾ ആർ ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് സി ബൈ 2. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ അതിൽ നമ്മൾ ആദ്യം എ സി കണ്ടുപിടിച്ചു, അതിനുശേഷം എന്ത് ചെയ്തു, എ ക്യൂ എ ആറിന് ഈക്വൽ ആണ്. അപ്പോൾ അതുപോലെ ഇവിടെ എ ക്യൂ എന്ന് പറയുന്നത് എ ബി മൈനസ് ക്യൂ ബി കണ്ടുപിടിക്കുക, പി സി എന്ന് പറയുന്നത് ബി സി മൈനസ് പി സി കണ്ടുപിടിക്കുക. പി സി ഏതിന് ഈക്വൽ ആണ്, സി ആറിന് ഈക്വൽ ആണ്. അപ്പോൾ എ പി ഈക്വൽ ടു എ ആർ ആണ്, എ ക്യൂ ഈക്വൽ ടു എ ആർ ആണ്. അങ്ങനെ എടുത്തിട്ട് നമ്മൾ അത് രണ്ടും ഈക്വൽ ആക്കിയിട്ട് സോൾവ് ചെയ്ത് വരുമ്പോൾ ആർ ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് സി ബൈ 2 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക.